ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സെൽ ഓർഗനൽസ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം കേട്ടോ. സെൽ ഓർഗനൽസ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് എന്നും പറയും. അപ്പോൾ അതിനകത്ത് എൻഡോമെംബ്രെയിൻ സിസ്റ്റം ആണ് നമ്മൾ പഠിക്കുന്നത്. എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ ചില സെൽ ഓർഗനൽസ് കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട്. ആ 4 സെൽ ഓർഗനൽസ് മെംബ്രെയിനിയസ് സെൽ ഓർഗനലാണ് കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് കാണിക്കുന്നത്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ Endoplasmic reticulum, Golgi Apparatus, Lysosome, Vacuole. ഇതാണ് 4 endomembrane system which is showing the coordinated activity. ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിഡും മൈറ്റോകോൺഡ്രിയയും അങ്ങനത്തെ ഓർഗനൽസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ഷോയിങ് എ കോർഡിനേറ്റഡ് ആക്ടിവിറ്റി വിത്ത് ദീസ് ഓർഗനൽസ്. ഈ ഓർഗനൽസുമായിട്ട് ഈ പ്ലാസ്റ്റിഡും മൈറ്റോകോൺഡ്രിയ ഒന്നും അല്ലെങ്കിൽ പെറോക്സിസോമും ഒന്നും കോർഡിനേറ്റഡ് ആക്ടിവിറ്റി കാണിക്കുന്നില്ലാത്തത് കൊണ്ട് വി ആർ നോട്ട് ഇൻക്ലൂഡിങ് ദാറ്റ് ഇൻ ദ എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ എൻഡോമെംബ്രെയിൻ സിസ്റ്റം പഠിക്കുമ്പോൾ നമുക്ക് ഇത് ഓരോന്നും അപ്പൊ ഇത്രയും പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് 4 സെൽ ഓർഗനൽസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ആവും അല്ലെ. സോ ഫസ്റ്റ് വി വിൽ സ്റ്റഡി endoplasmic reticulum. Endoplasmic reticulum is a cell organelle which is present inside the cytoplasm. It is a membranous structure which is an extension of nuclear membrane. അതായത് നമ്മുടെ സെല്ല്, ഞാനിപ്പോൾ ഇവിടെ ഒരു സെല്ല് വരയ്ക്കാണ്. This has a nucleus. It is covered by a double membranous structure, right? And we know this nuclear membrane, it is discontinuous membrane. ഇതൊരു ഡിസ്കണ്ടിന്യൂസ് മെംബ്രെയിൻ ആണ്. ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്, ഗ്യാപ്പുകൾ ഉണ്ട്. ഓക്കെ, now we can see here this nuclear membrane, it will be extended in the form of cisternae. It is extended in the form of small vesicles, and it is extended in the form of small tubules vesicles cisternae ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. പ്ലേറ്റ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവാം, അതല്ലെങ്കിൽ വെസിക്കിൾ എന്ന് പറയുന്ന ഓവൽ ഷേപ്പുള്ള സ്ട്രക്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ടാവാം. അങ്ങനത്തെ 3 തരത്തിലുള്ള സ്ട്രക്ചർ, മെംബ്രേനിയസ് എക്സ്റ്റൻഷൻ ഫ്രം ദ ന്യൂക്ലിയർ മെംബ്രെയിൻ, അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ഒരു മെംബ്രേനിയസ് സ്ട്രക്ചർ ആണ്. ആ മെംബ്രെയിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയർ മെംബ്രെയിന്റെ എക്സ്റ്റൻഷൻ ആണ്. ന്യൂക്ലിയർ മെംബ്രെയിന്റെ എക്സ്റ്റൻഷൻ സിസ്റ്റർനെ ഫോമില്, സിസ്റ്റർനെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ലെമല്ലേ ഫോമില്, അതായത് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഇതേപോലെ പ്ലേറ്റ് പോലെ കാണുന്ന ഒരു സ്ട്രക്ചർ. അതേപോലെ വെസിക്കിൾസ് ആയിട്ട് ഫോം ചെയ്യാം. വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ട്യൂബ്യൂൾസ് ആയിട്ട് ഫോം ചെയ്യാം, ട്യൂബ് പോലെ എക്സ്റ്റെൻഡഡ് ആയിരിക്കും ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ട്യൂബ്യൂൾസ്. ഓക്കെ, ഇനി ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാല്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഡൂയിങ് പ്രോട്ടീൻ സിന്തസിസ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ഒരു ഫംഗ്ഷൻ ആണ്. And it also help in lipid synthesis. Lipid synthesisലും ഇത് take part ചെയ്യുന്നുണ്ട്. Endoplasmic reticulum, it is taking part in protein synthesis and lipid synthesis. And here we can see the thickness of the membrane of this endoplasmic reticulum is around 50 to 60 angstrom ആണ് കേട്ടോ. Endoplasmic reticulumത്തിന്റെ membrane thickness is 50 to 60 angstrom ആണ് കേട്ടോ. 50 to 60 angstrom ആണ് അതിന്റെ thickness എന്ന് പറയുന്നത്. And its membrane is made with lipoprotein. ഇതിന്റെ മെംബ്രെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ലിപ്പോപ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. It is made with lipoprotein and it will help in ഇനി ഇതിന് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു മെംബ്രെയിൻ സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ മെംബ്രെയിൻ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് 2 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കും. ഇതിന്റെ ഈ കമ്പാർട്ട്മെന്റിൽ നമ്മൾ ലൂമിനൽ സൈഡ് എന്ന് പറയും. ദിസ് ഈസ് ലൂമിനൽ സൈഡ്. അതുപോലെ എക്സ്ട്രാ ലൂമിനൽ സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ സ്പേസ് ഉണ്ടല്ലോ, സൈറ്റോപ്ലാസ്മിക് സൈഡ്, അതിന് നമ്മൾ എക്സ്ട്രാ ലൂമിനൽ സ്പേസ് എന്ന് പറയും, അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. എക്സ്ട്രാ ലൂമിനൽ സൈസ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണ്. എക്സ്ട്രാ ലൂമിനൽ സ്പേസും ലൂമിനൽ സ്പേസുമായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും ഈ മെംബ്രെയിൻ വന്നിട്ട്. ആ മെംബ്രെയിന്റെ ഉൾഭാഗം ഉൾക്കൊള്ളുന്നത് ലൂമനും അതിന്റെ പുറം ഭാഗം എക്സ്ട്രാ ലൂമിനലും ആണ് കേട്ടോ. Now we will see this endoplasmic reticulum. It will help in protein synthesis and lipid synthesis. അത് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ ഡിസൈഡ് അക്കോർഡിംഗ് ടു 2 different types of endoplasmic reticulum. Endoplasmic reticulum നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
One is rough endoplasmic reticulum and another one is smooth endoplasmic reticulum. A rough endoplasmic reticulum അത് rough ആയിട്ടായിരിക്കും ഇരിക്കുന്നത് because on the surface of this endoplasmic reticulum we can see the ribosomes are attached. Ribosomes are attached on the surface of this endoplasmic reticulum. അതിനെയാണ് നമ്മൾ rough endoplasmic reticulum എന്ന് പറയുന്നത് with the ribosome. We know ribosome is protein factory, right? So this will do the protein synthesis. ഇതാണ് protein synthesis എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. Now റൈബോസോമിന് ലാർജ് സബ് യൂണിറ്റ് ആണ് എപ്പോഴും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നത്. റൈബോസോമിന്റെ ലാർജ് സബ് യൂണിറ്റ് ആണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നത്. ആ ലാർജ് സബ് യൂണിറ്റ് അതിന്റെ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നത് അവിടെ ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് ഈസ് റൈബോഫോറിൻ 1 and 2. റൈബോസോം അറ്റാച്ച് വിത്ത് ദ endoplasmic reticulum with the help of ribofourin 1 and 2. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്യുന്ന റൈബോസോമിന്റെ സ്മോൾ സബ് യൂണിറ്റ് ആണോ ലാർജ് സബ് യൂണിറ്റ് ആണോ, അത് എന്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ് അവിടെ അറ്റാച്ച് ചെയ്യുന്നത്? റൈബോഫോറിൻ 1 and 2, these are the two proteins that will help in attaching this ribosome on the surface of the membrane of this endoplasmic reticulum. Okay, now in the absence of ribosome we can say that is a smooth endoplasmic reticulum. അതായത് ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മേലെ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്മൂത്ത് ആയിട്ടായിരിക്കും in appearance. That is called as smooth endoplasmic reticulum. This smooth endoplasmic reticulum that will help in lipid synthesis. Lipid synthesisനെ help ചെയ്യുന്നത് ഈ smooth endoplasmic reticulum. Smooth endoplasmic reticulum, it has some modification in certain tissues. ചില ടിഷ്യൂസിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മോഡിഫൈ ചെയ്തിട്ട് കാണുന്നുണ്ട്. എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനകത്ത് കാണുന്ന? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ മസിൽ ഫൈബർ. മസിൽ ഫൈബറിൽ കാണുന്നതാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? കാൽഷ്യം സ്റ്റോറേജ് അല്ലെ. കാൽഷ്യം സ്റ്റോറേജ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് smooth endoplasmic reticulum of this muscle fiber. Muscle fiber ന്റെ smooth endoplasmic reticulum function ആണ് storage of calcium. Calcium store ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? Contraction of the muscle fiber. Muscle fiber ന്റെ contraction help ചെയ്യുന്നതാണ് ഈ പറയുന്ന smooth endoplasmic reticulumത്തിന്റെ calcium storage ന്റെ ഒരു function. Okay, now ഈ cell which is doing protein synthesis always that they will be having prominent rough endoplasmic reticulum. അതായത് എപ്പോഴും പ്രോട്ടീൻ സിന്തസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലിന്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ലിപ്പിഡ് സിന്തസിസ് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ മസിൽ ഫൈബർ ആണ്. മസിൽ ഫൈബറിന്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള കാൽഷ്യത്തിനെ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തില്. അതേപോലെ തന്നെ നമുക്ക് ലിവർ സെല്ലിലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡീടോക്സിഫിക്കേഷൻ. ഇൻ ലിവർ സെൽ smooth endoplasmic reticulum, it will help in detoxification of toxins. Toxins detoxification വേണ്ടിയിട്ടാണ് smooth endoplasmic reticulum help ചെയ്യുന്നത് in the case of this one liver cell. Okay, now അതേപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളിലാണ് ലിപ്പിഡിന്റെ സിന്തസിസ് നടക്കുന്നത് പറഞ്ഞ പോലെ തന്നെ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കേ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ദാറ്റ് ഈസ് എ സെൽ ഓർഗനൽ വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എൻഡോമെംബ്രെയിൻ സിസ്റ്റം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെംബ്രെയിൻ വന്നിട്ട് അതിന്റെ തിക്നെസ് 50 to 60 ആങ്സ്ട്രോം ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ള ലിപ്പോ പ്രോട്ടീൻ കൊണ്ടാണ്. ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്ക് കാണാൻ കഴിയുക. ഇത് സിസ്റ്റർനെ ഫോമിലും വെസിക്കൽ ഫോമിലും ട്യൂബ്യൂൾ ഫോമിലും കാണും.
അതേപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഒന്ന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റഫ് ഇൻ അപ്പിയറൻസ് ആയിരിക്കും, ദാറ്റ് ഈസ് ഡ്യൂ ടു റൈബോസോം അറ്റാച്ച്ഡ് ആണ്. റൈബോസോമിന്റെ ലാർജ് സബ് യൂണിറ്റ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അത് എന്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ്? റൈബോഫോറിൻ 1 and 2. അതുപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് കാണില്ല. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായിട്ട് കാണുന്ന പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന സെൽസിന്റെ ഉള്ളിലാണ്. പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഫാക്ടറി കൂടുതലുള്ളത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മേലെയാണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അത് സ്മൂത്ത് ഇൻ അപ്പിയറൻസ് ആയിരിക്കും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലിപ്പിഡ് സിന്തസിസ് ആണ്. അതുപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് കുറെ മോഡിഫൈഡ് വേർഷൻസ് ഉണ്ട്. അതായത് മസിൽ ഫൈബറിന്റെ ഉള്ളിലത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ വന്നിട്ട് കാൽഷ്യം സ്റ്റോറേജ് ഫോർ ദ കൺട്രാക്ഷൻ ഓഫ് ദ മസിൽ ഫൈബർ. അതേപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ലിവർ സെൽ വിൽ ഹെൽപ്പ് ഇൻ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ടോക്സിൻ. ടോക്സിന്റെ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതൊക്കെയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ. ആസ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ സിന്തസൈസിംഗ് ദ ലിപ്പിഡ് മോളിക്യൂൾ ദാറ്റ് ഈസ് ഫ്രം വേർ smooth endoplasmic reticulum from where the steroid hormones are produced. That is, lipid hormones are synthesized in the smooth endoplasmic reticulum. Okay, so this is all about the endoplasmic reticulum. The next one, it is Golgi Apparatus. Endoplasmic reticulum RBC യിൽ ഉണ്ടാവില്ല കേട്ടോ. എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള RBC യിൽ ഒരു തരത്തിലുള്ള സെൽ ഓർഗനിലും ഇല്ല. It is full of hemoglobin. Now, next one, it is Golgi Apparatus. Golgi Apparatus is seen in the form of cisternae. So, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അസോസിയേറ്റ് ആയിട്ട് തന്നെ സിസ്റ്റർനെ ഫോമിൽ കാണുന്നതാണ് ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഗോൾജി അപ്പാരറ്റസ് ഇറ്റ് ഈസ് സീൻ ഇൻ ദ ഫോം ഓഫ് സിസ്റ്റർനെ ഫോമിലായിരിക്കും കാണുക. അതേപോലെ we can see this has two phases. One is cis phase and another one is trans phase. So cis phase is nothing but the forming phase. അതായത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഗോൾജി അപ്പാരറ്റസ് കാണാം. അപ്പൊ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ഫേസ് ചെയ്തിരിക്കുന്ന ആ ഫേസിൽ നമ്മൾ എന്ത് പറയും? ഇതാണ് ഇതിന്റെ സിസ് ഫേസ് എന്ന് പറയാം. സിസ് ഫേസിന് നമ്മൾ ഫോമിംഗ് ഫേസ് എന്നും പറയും. അതേപോലെ this side is called as trans phase. Okay, trans phase is also called as maturation phase or maturing phase. Okay, അപ്പോൾ സിസ്റ്ററിനെ ഫോമിൽ കാണുന്ന ഗോൾജി അപ്പാരറ്റസ് എപ്പോഴും എന്തിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണുക? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണുക. ഈ ഗോൾജി അപ്പാരറ്റസ് എപ്പോഴും ഇറ്റ് ഈസ് റിച്ച് വിത്ത് ലിപ്പിഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് okay, leave it. So Golgi apparatus, it is actually it will help in modification of the protein and lipid. Protein ne lipid ne modification വേണ്ടിയിട്ടാണ് ഈ പറയുന്ന Golgi apparatus help ചെയ്യുന്നത്. So this Golgi apparatus, it has cis phase through which the protein which is synthesized from the rough endoplasmic reticulum and cis phase through the lipid which is synthesized from the endoplasmic reticulum. Endoplasmic reticulത്തിൽ നിന്ന് synthesize ചെയ്യുന്ന proteins നെ lipids നെ ഒക്കെ റിസീവ് ചെയ്യുന്ന ഫേസ് ആണ് സിസ് ഫേസ്. അതായത് ഫസ്റ്റ് ഫോമിംഗ് ഫേസ്. ഇത് ഈ ഗോൾജി അപ്പാരറ്റസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ the maturation of this protein and lipids and modification of these proteins and lipids and packaging of these proteins and lipids, it will occur inside the Golgi apparatus. എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതിനെ സിസ് ഫേസ് വഴി ഗോൾജി അപ്പാരറ്റസ് ഉള്ളിലേക്ക് എടുക്കുകയും അവിടെ വെച്ച് അതിന്റെ മെച്ചുറേഷൻ സംഭവിക്കുകയും, മെച്ചുറേഷൻ എന്ന് പറയുന്നത് പ്രോട്ടീന്റെ കേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രോട്ടീന്റെ ചില അമിനോ ആസിഡ് നമുക്ക് വേണ്ടാത്തതുണ്ടാവും, അതിനെയൊക്കെ മുറിച്ച് കളഞ്ഞ് ആ പ്രോട്ടീനെ ഫങ്ഷണൽ ആക്കി പ്രോപ്പർ സ്ട്രക്ചർ ആക്കി മാറ്റാം. അതായത് അതിന് ടെറിഷറി സ്ട്രക്ചർ ഒക്കെ ആക്കി മാറ്റണമല്ലോ, ടെറിഷറി ക്വാട്ടർണറി സ്ട്രക്ചർ ഒക്കെ ആക്കി മാറ്റാം. അതാണ് അതിന്റെ മെച്ചുറേഷൻ ഫേസ് എന്ന് പറയാം. അതേപോലെ മോഡിഫിക്കേഷൻ വിൽ ബി ഡൺ ഫോർ ദീസ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ബൈ ആഡിങ് ദ ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആഡ് ചെയ്തിട്ട് അതിന്റെ മോഡിഫിക്കേഷൻസ് ചെയ്യും. അതായത് ഗ്ലൈക്കോസിലേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഗോൾജി അപ്പാരറ്റസിലാണ്. ഇനി ആ പ്രോട്ടീനും ലിപ്പിഡും അതേ സെല്ലിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സിംപ്ലി ഡിസ്പാച്ച്ഡ് ഔട്ട്.
അത് വേറൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യേണ്ടതാണെങ്കിൽ that has to be packed inside the Golgi apparatus. അതേപോലെ ഈ പാക്ക് ചെയ്ത് ലിപ്പിഡും പ്രോട്ടീനും when it is moving out from that particular cell, the target cell has to receive this particular protein and lipid which is coming from different cell. അല്ലെ, അതായത് ഇപ്പൊ ഈ ഒരു സെല്ലിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോട്ടീനും ലിപ്പിഡും അതിന്റെ മെച്ചുറേഷനും മോഡിഫിക്കേഷനും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തിറങ്ങിയിരിക്കട്ടെ. ഇത് പുറത്തിറങ്ങി അത് നമ്മുടെ ബ്ലഡ് സ്ട്രീം വഴി വേറെ ഒരു സെല്ലിലേക്ക് എത്താനുള്ളതാണ്. അതിന്റെ ടാർഗറ്റ് സൈറ്റ് വേറെയാണ്. ടാർഗറ്റ് സൈറ്റ് വേറെയാണെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ്. ആ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് അതിന്റെ ടാർഗറ്റ് സൈറ്റിൽ എക്സാക്ട് ആയിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ലേബിൾഡ് ബിഫോർ ഡിസ്പാച്ചിങ് ഫ്രം ദ ഗോൾജി അപ്പാരറ്റസ്. സോ ലേബലിംഗ് ഓൾസോ വിൽ ബി ഡൺ ഇൻസൈഡ് ദ ഗോൾജി അപ്പാരറ്റസ്. ലേബലിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്ലൂക്കോസ് മോളിക്കുലർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് മോളിക്കുലർ അല്ലെങ്കിൽ പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസ് which will be added on the surface of that vesicle in such a manner the target cell will be able to receive that particular protein which is coming from different source. വേറെ പല സ്ഥലത്തു നിന്നും വരുന്ന ഈ പറയുന്ന പ്രോട്ടീനെയും ലിപ്പിഡിനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ വെസിക്കലിനെ എക്സാക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് റിസീവ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ലേബലും കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ഒരു എന്തോ ഒന്ന് ഉണ്ടാക്കുന്ന വേറെ ഒന്നും വേണ്ട ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു ഫാക്ടറിയാണ്. അവിടെ നമ്മൾ ഫുഡ് ഐറ്റം ഉണ്ടാക്കി അത് ആ ഒരു എന്താ പറയാ മാനുഫാക്ചറിങ് സെക്ഷൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആ മാനുഫാക്ചറിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ഗോ ഫോർ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിന് പോയി കഴിയുമ്പോൾ ദേ വിൽ ചെക്ക് വെദർ എവറിത്തിങ് ഇറ്റ് ഈസ് ഇൻ എ പെർഫെക്റ്റ് മാനർ ഓർ പെർഫെക്റ്റ് കോമ്പോസിഷൻ ഇറ്റ് ഈസ് ദെയർ ഓർ നോട്ട്. അവിടെ ആ പെർഫെക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് ആ പോരായ്മകൾ തീർത്ത് വിടുന്നത് എവിടെ നിന്നായിരിക്കും? ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും. ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ പോരായ്മകളൊക്കെ തീർത്ത് അത് ഒരു പാക്കറ്റിന്റെ ഉള്ളിലാക്കി അല്ലെങ്കിൽ അത് ഒരു ടിന്നിലാക്കി പാക്ക് ചെയ്ത് അതിന്റെ മേലെ ഒരു ലേബലും ഒട്ടിച്ചിട്ടാണ് അത് ഡിസ്പാച്ച് ഡെസ്കിലേക്ക് വരിക. ഇറ്റ് വിൽ ബി ഡിസ്പാച്ച്ഡ് ഔട്ട് ഫ്രം ദ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. അപ്പം നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ആരാണ്? ഗോൾജി അപ്പാരറ്റസ് ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഡിസ്പാച്ച്ഡ് ഔട്ട് ഇൻ ദ form of small vesicles അല്ലെ. അപ്പൊ വാക്യൂൾ അല്ലെങ്കിൽ വെസിക്കിൾസ് ഫോമിലായിരിക്കും അതിനെ ഡിസ്പാച്ച് ചെയ്യാം. So these all will be done by the Golgi apparatus. So Golgi apparatus ന്റെ function എന്താണെന്ന് മനസ്സിലായല്ലോ. So here we can say Golgi apparatus which is facing towards the endoplasmic reticulum, that is the convex face or the cis face, and we can see the opposite side or the maturation phase, that will be the concave side, concave trans or the maturing phase, trans phase or maturing phase we can see. And അതേപോലെ the cytoplasm surrounding Golgi body have fewer or no other cell organelle. ആ ഗോൾജി ബോഡിയുടെ തൊട്ടടുത്ത് അധികം സെൽ ഓർഗനൽസ് ഒന്നും ഉണ്ടാവില്ല. അതിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗോൾജി ഗ്രൗണ്ട് സബ്സ്റ്റൻസസ് ഓർ സോൺ ഓഫ് എക്സ്ക്ലൂഷൻ. അതായത് ഇവിടുന്ന് മെച്ചുറേഷൻ കഴിഞ്ഞിട്ട് മെച്ചുർ ആയിട്ടുള്ള പ്രോഡക്റ്റ് പുറത്ത് വരേണ്ടതാണ് അല്ലെ. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് വേറൊരു സെൽ ഓർഗനലും ഇരിക്കില്ല, കുറച്ച് വിട്ടായിരിക്കും അടുത്ത സെൽ ഓർഗനൽസ് ഒക്കെ ഇരിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ആ സോണിന് നമ്മൾ സോൺ ഓഫ് എക്സ്ക്ലൂഷൻ പറയും, സോൺ ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയും. ഈ ഗോൾജി അപ്പാരറ്റസ് നമ്മുടെ RBCയിൽ കാണില്ല. അതേപോലെ ചില മെയിൽ ഗ്യാമീറ്റിൽ കാണാറില്ല ഗോൾജി അപ്പാരറ്റസ്. എക്സാമ്പിൾ ഇറ്റ് ഈസ് നോട്ട് സീൻ ഇൻ ദ കേസ് ഓഫ് മെയിൽ ഗ്യാമീറ്റ്സ് ഓഫ് ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്. ബ്രയോഫൈറ്റിന്റെയും ടെറിഡോഫൈറ്റിന്റെയും ഒന്നും മെയിൽ ഗ്യാമീറ്റിലൊന്നും നമ്മൾക്ക് ഇത് കാണാൻ കിട്ടില്ല. അതേപോലെ ദ ഡയമീറ്റർ ഓഫ് ദിസ് സിസ്റ്റർനെ ദാറ്റ് വിൽ ബി 0.5 to 1 nanometer 1 micrometer ഡയമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. ആ സിസ്റ്റർനയുടെ ഡയമീറ്റർ വന്നിട്ട്, അതായത് ഇതിന്റെ ഡയമീറ്റർ വന്നിട്ട് 0.5 to 0.1 micrometer will be the diameter of this സിസ്റ്റർനയുടെ നമ്പർ വേരി ചെയ്യാം കേട്ടോ. അതൊരു കോൺസ്റ്റന്റ് നമ്പർ ഒന്നും ആയിരിക്കില്ല. Now we can see the functions നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേപോലെ ഗോൾജി ബോഡീസ് ഇറ്റ് വിൽ ബി ഷോയിങ് സം മോഡിഫിക്കേഷൻസ്. അത് കുറെ മോഡിഫിക്കേഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഗോൾജി ബോഡീസിന്റെ മോഡിഫിക്കേഷൻസ് നോക്കാം. സിസ്റ്റർനയുടെ ഡയമീറ്റർ വന്നിട്ട് 0.5 to 1 micrometer ആണ് സിസ്റ്റർനെ ഡയമീറ്റർ. ആൻഡ് വി ക്യാൻ സി ദിസ് നമ്പർ വേരീസ്. Number it will be varying, and the function of this Golgi apparatus is the modification
maturation and packaging of proteins and lipids. So here we can say this glycosylation of proteins and lipid that will form glycolipid and glycoproteins. അതായത് പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ സിന്തസൈസ് ചെയ്ത് വിടേ പറ്റുള്ളൂ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്. അവിടെ വന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾ ആഡ് ചെയ്യുന്നതൊക്കെ ഗോൾജി അപ്പാരറ്റസിൽ നിന്ന് തന്നെയായിരിക്കും. അതേപോലെ ഈ സിസ്റ്ററിനേക്ക് സിസ്പേസ് ഉണ്ട് ആൻഡ് ട്രാൻസ്പേസ് ഉണ്ട്. സിസ്പേസ് വന്നിട്ട് കോൺവെക്സ് ഷേപ്പിലായിരിക്കും ഇരിക്കുക, ട്രാൻസ്പേസ് വന്നിട്ട് കോൺകേവ് ഷേപ്പിലായിരിക്കും ഇരിക്കുക. സിസ്പേസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫോമിംഗ് ഫേസ് ആണ്, ട്രാൻസ്പേസ് മെച്ചുറേഷൻ ഫേസ് ആണ്. ഓക്കെ, നൗ some modifications of this Golgi apparatus. Golgi apparatus വന്നിട്ട് human spermil acrosome ആയിട്ട് modify ചെയ്യുന്നുണ്ട്. That we should remember. Okay, and Golgi body വഴിയാണ് നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കിയത്, അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ സിന്തസൈസ് ചെയ്ത സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് മിഡിൽ മാൻ ഓഫ് ദ സെൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം ഗോൾജി ബോഡീനെ. ഗോൾജി ബോഡീനെ നമ്മൾ മിഡിൽ മാൻ ഓഫ് ദ സെൽ എന്ന് റെപ്രസെന്റ് ചെയ്താൽ അത് തെറ്റൊന്നുമില്ല. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ this is all about the Golgi apparatus. Okay, so Golgi apparatus ന്റെ മേജർ ഫങ്ഷൻസ് എന്താണെന്ന് ഓർത്തിരിക്കാം. അതേപോലെ നമ്മൾ ഇതിനകത്ത് പറയാനുള്ളത്, നമ്മൾ ഈ പ്ലാന്റ്സിന്റെ ഒക്കെ കേസിലെ ഗോൾജി ബോഡീസിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേറൊരു ടേമാണ് ഡിക്റ്റിയോസോം. ഡിക്റ്റിയോസോം ഇൻ പ്ലാന്റ്സ്. അതായത് ഗോൾജി അപ്പാരറ്റസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടേമാണ് ഡിക്റ്റിയോസോംസ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, അതേപോലെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അതിനകത്ത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് നമ്മൾ ലിപ്പോകോൺട്രിയ എന്നും പറയും കേട്ടോ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പറയുന്ന വേറൊരു പേരാണ് ലിപ്പോകോൺട്രിയ, അത് ഓർത്തിരുന്നോളണം. അതേപോലെ മൈക്രോസോംസ് എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻ ഒക്കെ സിന്തസൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രാഗ്മെന്റ് ഓഫ് എൻഡോപ്ലാസ്മിക് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻവിട്രോ കണ്ടീഷനിൽ പ്രോട്ടീൻ സിന്തസിസ് ചെയ്തു നോക്കിയിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് മൈക്രോസോം. അതും ഓർത്തിരുന്നോളണം, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കേസിൽ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു പീസ് എടുത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രാഗ്മെന്റ് എടുത്തിട്ട് ഇൻവിട്രോ കണ്ടീഷനിൽ പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെ നടക്കുന്നു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രാഗ്മെന്റ് നമ്മൾ പുറത്തെടുക്കുന്നതിന് പറയുന്ന പേരാണ് മൈക്രോസോം. അതേപോലെ ഗോൾജി അപ്പാരറ്റസിന്റെ കേസിൽ നമ്മൾ സാധാരണ പ്ലാന്റ്സിൽ ഗോൾജി അപ്പാരറ്റസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിക്റ്റിയോസോം എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ലൈസോസോം ഒക്കെ ഉണ്ടാവുന്ന ഗോൾജി അപ്പാരറ്റസിൽ നിന്നാണ് കേട്ടോ. ലൈസോസോം പാക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഗോൾജി അപ്പാരറ്റസിൽ നിന്നാണ്. ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? ദ സെൽ ഓർഗനൽ വിച്ച് ഈസ് സറൗണ്ടഡ് വിത്ത് എ സിംഗിൾ മെംബ്രേനിയസ് സ്ട്രക്ചർ വിച്ച് ഇൻക്ലൂഡ് ഹൈഡ്രോലൈറ്റിക് എൻസൈം. ഹൈഡ്രോലൈറ്റിക് എൻസൈം അല്ലെങ്കിൽ ഹൈഡ്രോലയേസസ് ഉൾപ്പെടുന്ന ഹൈഡ്രോലയേസസ് അല്ല ഹൈഡ്രോലയേസസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാക്ക് പോലത്തെ ഒരു സ്ട്രക്ചർ, ഒരു സിംഗിൾ മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ ലൈസോസോം എന്ന് പറയാം. ലൈസോസോം ഒക്കെ സാധാരണ നമ്മൾ നമ്മുടെ സെൽസിൽ യൂസ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ട്രോയിങ് സർട്ടൻ അതർ പാർട്ടിക്കിൾസ്. നമ്മുടെ തന്നെ ഡാമേജ്ഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനാവാം, അല്ലെങ്കിൽ പത്തോജനിക് ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിൽ കയറുന്നതിനെ ഡിസ്ട്രോയ് ചെയ്യാനൊക്കെ ആവാം ലൈസോസോം യൂസ് ചെയ്യുന്നത്. അപ്പൊ ലൈസോസോം ഒക്കെ മെച്ചുറായി വരുന്ന അല്ലെങ്കിൽ പാക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്ന എവിടെ നിന്നാണ്? ഗോൾജി അപ്പാരറ്റസിൽ നിന്നാണ്. ഓക്കെ, നൗ വി വിൽ സീ ദ നെക്സ്റ്റ് സെൽ ഓർഗനൽ, ദാറ്റ് ഈസ് ലൈസോസോം. Lysosome is also a cell organelle which is synthesized by both endoplasmic reticulum. Endoplasmic reticulum, smooth endoplasmic reticulum, rough endoplasmic reticulum രണ്ടുപേരും കൂടെ സിന്തസൈസ് ചെയ്യുന്നതായി ഈ പറയുന്ന ലൈസോസോം എന്ന് പറയുന്നത് കേട്ടോ. ലൈസോസോമിന്റെ മെംബ്രെയിൻ സിന്തസൈസ് ചെയ്യുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ അതിൻ്റെ ഉള്ള എൻസൈം സിന്തസൈസ് ചെയ്യുന്ന റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അതേപോലെ ഈ ലൈസോസോം ഇറ്റ് ഇൻക്ലൂഡ് ദ ഹൈഡ്രോലൈറ്റിക് എൻസൈം that include protease, lipase, and we can see it also include carbohydrates.
ഇതിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിവുള്ള എൻസൈംസ് ആണ് എന്തിനകത്തിരിക്കുന്നത്? ലൈസോസോമിനകത്തിരിക്കുന്നത്. ലൈസോസോം സിന്തസൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴി സിന്തസൈസ് ചെയ്യും. അത് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നത് ഗോൾജി അപ്പാരറ്റസിൽ നിന്നാണ്. അതേപോലെ ഈ ലൈസോസോംസ് ആർ മേജർലി പ്രസന്റ് ഇൻ ദ ഡിഫൻസ് സെൽസ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിലാണ് ഏറ്റവും കൂടുതൽ ലൈസോസോംസ് കാണുന്നത്. ഓക്കെ, സോ അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ഡാമേജ്ഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. അതല്ലെങ്കിൽ എംബ്രിയോ സ്റ്റേജിൽ നിന്ന് മെച്യൂർ സ്റ്റേജിലേക്ക് മെറ്റാമോർഫോസിസ് വഴി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓർഗാനിസത്തിന് അതിന്റെ ചില ഓർഗൻസ് തന്നെ റിമൂവ് ആക്കി കളയാൻ വേണ്ടിയിട്ട് ഓട്ടോലൈസിസ് നടത്താൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ലൈസോസോം യൂസ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ് ഫ്രോഗിന്റെ മെറ്റാമോർഫോസിസിന്റെ സമയത്ത് കാറ്റപ്സിൻ ഈസ് എ പ്രോട്ടീൻ പ്രസന്റ് ഇൻസൈഡ് ദ ലൈസോസോം. ലൈസോസോമിന്റെ ഉള്ളിൽ കാണുന്ന ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു എൻസൈം ആണ് കാറ്റപ്സിൻ. കാറ്റപ്സിൻ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ removing the tail of from tadpole during metamorphosis. മെറ്റാമോർഫോസിന്റെ സമയത്ത് ടാഡ്പോളിന്റെ ടെയിൽ റിമൂവ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് കാറ്റപ്സിൻ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ലൈസോസോം. ലൈസോസോം ഇറ്റ് വിൽ ബി ഫുൾ ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈം. ഈ ഹൈഡ്രോലൈറ്റിക് എൻസൈമിന്റെ pH വന്നിട്ട് അസിഡിക് pH ആയിരിക്കും. ഓക്കെ, ഇതിന്റെ pH വന്നിട്ട് pH ഇറ്റ് വിൽ ബി അറൌണ്ട് 5. ഇത് അസിഡിക് pHലായിരിക്കും വർക്ക് ചെയ്യാം. ഓക്കെ, ഈ ലൈസോസോം പല സ്റ്റേജിൽ കാണാം. പ്രൈമറി ലൈസോസോം ഉണ്ടാവും, സെക്കൻഡറി ലൈസോസോം ഉണ്ടാവും, ടെറിഷറി ലൈസോസോം ഉണ്ടാവും, ഓട്ടോഫാഗോസോംസ് നമുക്ക് ലൈസോസോമിനെ ഡിവൈഡ് ചെയ്യാം. ലൈസോസോം ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ഓട്ടോഫാഗോസോം. എന്താണ് പ്രൈമറി ലൈസോസോം എന്ന് പറഞ്ഞാൽ? What is primary lysosome? See, primary lysosome, it is nothing but the lysosome which include hydrolytic enzyme and it will be present inside the cell from where it is forming. അതായത് ഈ സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു ലൈസോസോം ആണെങ്കിൽ ആ സെല്ലിന്റെ ഉള്ളിൽ തന്നെ കാണുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ലൈസോസോം എന്ന് പറയുന്നത്. അതായത് ഡിസ്പാച്ച് ചെയ്യാത്ത ലൈസോസോം, അതിനെയാണ് നമ്മൾ പ്രൈമറി ലൈസോസോം എന്ന് പറയുന്നത്. ഈ പ്രൈമറി ലൈസോസോം ദാറ്റ് ഈസ് present inside the cell where it is synthesized, and secondary lysosome that is digestive vacuole ആണ്, and that is primary lysosome when it is entering inside the target cell. ആ പ്രൈമറി ലൈസോസോം അതിന്റെ ഏത് സെല്ലിൽ നിന്നാണോ ഫോം ചെയ്ത് അവിടുന്ന് റിമൂവ് ആയി അവിടുന്ന് ഡിസ്പാച്ച് ആയി അതിന്റെ ടാർഗറ്റ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ സെക്കൻഡറി ലൈസോസോം എന്ന് പറയാം. ഓക്കെ, Now, tertiary lysosome എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ it will be phagocytosed. It is present inside the phagocytic cells. അതായത് ready to destroy the cell particle. അത് എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യേണ്ട ആ സൈറ്റിൽ എത്തി കഴിയുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ ടെറിഷറി ലൈസോസോം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഓട്ടോഫാഗോസോം എന്ന് പറയുന്നത് ലൈസോസോം വിത്ത് ദ സെൽ ഓർഗനൽ വിച്ച് ഹാസ് ടു ബി ഡിസ്ട്രോയിഡ്. ആ സെൽ ഓർഗനലിന്റെ ലൈസോസോമിന്റെ ഉള്ളിലേക്ക് എടുത്ത് അത് റെഡി ആയിട്ടിരിക്കുന്നത്, ഡിസ്ട്രോയ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത്. അതായത് ലൈസോസോം ഉണ്ടാവുന്നത് മുതൽ അതിന്റെ ഫങ്ഷൻ ചെയ്യുന്നത് വരെ ഡിഫറെന്റ് സ്റ്റേജസ് നമുക്ക് ലൈസോസോമിനെ കാണാം. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൻഡ് ഓട്ടോഫാഗോസോം. ഓട്ടോഫാഗോസോമിനെ ക്വാട്ടർണറി ലൈസോസോം എന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ പറയാ, പ്രൈമറി ലൈസോസോം എന്ന് പറഞ്ഞാല് ആ ഫോം ചെയ്ത സെല്ലിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പുള്ളത്. സെക്കൻഡറി ലൈസോസോം എന്ന് പറയുന്നത് അതിന്റെ ടാർഗറ്റ് സെല്ലിലേക്ക് റിസീവ് ചെയ്തതിന് ശേഷം. ടെറിഷറി ലൈസോസോം എന്ന് പറയുന്നത് അത് എന്ത് ഫംഗ്ഷൻ ആണോ ചെയ്യാൻ പോകുന്നത് അതിനെ ആക്സസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ആ ഓട്ടോഫാഗോസോം എന്ന് പറയുന്നത് ആ ഒരു ഫാഗോസൈറ്റിക് സെല്ല് അത് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ ഓർഗനൽസിലെ ലൈസോസോമിന്റെ ഉള്ളിലേക്ക് എടുത്ത ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ക്വാട്ടർണറി ലൈസോസോം അല്ലെങ്കിൽ ഓട്ടോഫാഗോസോം എന്ന് പറയുന്നത്. ഇനി ലൈസോസോം ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് ഇറ്റ് ഈസ് കോൾഡ് ആ സ്പീറോസോം. ലൈസോസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പ്ലാന്റ്സിൽ നമ്മൾ പറയാറില്ല. അതിന് പകരം നമുക്ക് പ്ലാന്റ്സിലെ ലൈസോസോമിന് നമ്മൾ സ്പീറോസോം എന്നാണ് പറയാം.
പ്ലാന്റ്സിൽ നമ്മൾ ലൈസോസോമിന് പറയുന്ന പേരാണ് സ്പീറോസോം. അതേപോലെ തന്നെ ഇൻ ബാക്ടീരിയയിലും ഈ പറയുന്ന ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്ത് കളയേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ബിക്കോസ് ദേ ഓൾസോ വിൽ ബി ഇൻഫെക്റ്റഡ് ബൈ സർട്ടൻ വൈറസസ്. അപ്പൊ അതിന്റെയൊക്കെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാല് ദ പെരിപ്ലാസ്മിക് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ സെൽ മെംബ്രെയിൻ ആൻഡ് സെൽ വാൾ ദാറ്റ് ആക്ട് ആസ് ദ ലൈസോസോം. അപ്പൊ ബാക്ടീരിയയുടെ കേസിൽ പെരി മെംബ്രെയിൻ സ്പേസ് ആണ് ലൈസോസോം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Okay, so this is all about the structure lysosome. The next one, it is vacuole. Vacuole is majorly found in the plant cell. Plant cells lana vacuole sadharanayayittu കാണാം. Vacuole is also a cell organelle which is covered by a single membrane called as tonoplast. Vacuole ഒരു single membrane കൊണ്ട് cover ചെയ്തിട്ടുള്ള ഒരു cell organelle ആണ്. And it is covered by tonoplast. It is covered by tonoplast. And it will be having some active transport system. Active transport system down cell the tonoplast. ആ ടോണോപ്ലാസ്റ്റിലുള്ള ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ട് എന്താന്ന് വെച്ചാൽ the storage product of that particular cell, it will be pumped inside the vacuole. അതായത് വാക്യൂളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന സാധാരണ വാട്ടർ, സാപ്പ്, ന്യൂട്രിയൻസ്, വേസ്റ്റ് ഇതൊക്കെയാണ് സ്റ്റോർ ചെയ്യുക. ഇതൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് വാക്യൂള്. പ്ലാന്റ്സിന്റെ ഒക്കെ കേസിൽ എക്സ്ക്രീഷൻ നടക്കാന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പോലെ അവർക്ക് കിഡ്നി ഉണ്ടോ? ഇല്ല. അവരെ എക്സ്ക്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് അവരെ അൺവാണ്ടഡ് മെറ്റീരിയൽസിനെ വാക്യൂളിൽ സ്റ്റോർ ചെയ്ത് ആ ഇടയ്ക്കിടയ്ക്ക് ഇല കൊഴിയുക അല്ലെങ്കിൽ സ്റ്റെമ്മ് പൊഴിഞ്ഞു പോവുക അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വാക്യൂൾസ് ഒക്കെ പൊഴിഞ്ഞു വീണു പോകും അല്ലെ. അപ്പൊ ആ വാക്യൂളിൽ നിറഞ്ഞേക്കുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ അങ്ങനെ അത് റിമൂവ് ആക്കി കളയും. അതുപോലെ തന്നെ സ്റ്റോറേജ് പ്രോഡക്റ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് അവര് ഉണ്ടാക്കുന്ന ഫുഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന വാക്യൂൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാക്യൂൾസിൽ സ്റ്റോർ ചെയ്യുന്ന പല സാധനങ്ങളും ഹൈ കോൺസെൻട്രേഷനിൽ കാണാൻ സാധിക്കും സൈറ്റോപ്ലാസത്തിലേക്ക്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വാക്യൂളിനെ കവർ ചെയ്ത് നിൽക്കുന്ന ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന മെംബ്രെയിൻ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ കഴിവുള്ള മെംബ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന molecules which is present inside the vacuole that will be seen in high concentration. അപ്പോൾ ഇതിനകത്ത് സ്റ്റോറേജ് പ്രോഡക്റ്റ് which is present in vacuole that include sugar, amino acid, protein, esters of alkaloids, tannin, resin അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. അതുപോലെ വാട്ടർ, അതുപോലെ സാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ വാട്ടർ സോലുബിൾ പിഗ്മെന്റ് ആസ് ദിസ് വൺ ആന്തോസൈനിൻ വിച്ച് ഗീവ് കളർ ടു ദ പെറ്റൽസ്. അതായത് ഫ്ലവറിനൊക്കെ കളർ കൊടുക്കുന്ന ആന്തോസൈനിൻ എന്ന് പറയുന്ന വാട്ടർ സോലുബിൾ പിഗ്മെന്റ് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. അതായത് ദ വാട്ടർ സോലുബിൾ പിഗ്മെന്റ് വിച്ച് ഗീവ് കളർ ടു the petals, that is ആന്തോസൈനിൻ. അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണ്? വാക്യൂളിന്റെ ഉള്ളിലാണ് കേട്ടോ. അതേപോലെ കൺട്രാക്ടൈൽ വാക്യൂൾ that will help in excretion as well as for the osmoregulation, that is also vacuole present in protista. Food vacuole നമുക്ക് കാണാം. അതുപോലെ gas vacuole which is present in prokaryote that we can see. So these are the different types of vacuole which is present in different groups of organism. Okay, so this is all about the endomembrane system. ഇനി നമുക്ക് പഠിക്കാനുള്ള മൈറ്റോകോൺഡ്രിയ. We'll see in the next session.